വിദ്യാർത്ഥികളുടെ ഭാവി കുളമാക്കിയതിന് മാപ്പ് പറയേണ്ട പ്രധാനമന്ത്രി തന്നെ തെറിവിളിച്ച വിദ്യാർത്ഥികളോട് താൻ ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന നാട്ടിൽ ഒരു ടി.ജി. മോഹൻദാസിനെ എപ്പോഴും പ്രതീക്ഷിക്കണം. മറ്റെത്രയോ വിഷനാവുകൾക്കൊപ്പം മലയാളിക്ക് പേറേണ്ടി വരുന്ന കൊടും വിഷനാവ്. എന്നാൽ അത് ഒരു വ്യക്തിയുടെ നാവാണോ? അല്ല, അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ നാവാണ്. അതിൻ്റെ പേര് RSS എന്നാണ്. എഡിറ്റേഴ്സ് ടേക്കിലേക്ക് സ്വാഗതം. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും അവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും പറയാൻ മടിയില്ലാത്ത പണ്ഡിതനാണ് ടി.ജി. മോഹൻദാസ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അയാളത് പറഞ്ഞപ്പോൾ കേട്ടവർക്കെല്ലാം പൊള്ളി. ചിലരൊക്കെ ചില വിഷവർത്തമാനങ്ങൾ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും ശരിക്കും സംഭവിച്ചു കാണുമ്പോൾ നമുക്ക് പാമ്പിൻ്റെ കടി കിട്ടിയ പോലെ ആകും. എപ്പോഴും അവഗണിക്കുന്ന പോലെ എല്ലാവരും അവഗണിച്ചുകൊള്ളുമെന്നാണ് പുള്ളി പ്രതീക്ഷിച്ചതെങ്കിലും പക്ഷേ ഇത്തവണ പണി കിട്ടി. വിവിധ സംഘടനകളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും അവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ RSSന് പരസ്യമായി ഇയാളെ തള്ളിപ്പറയേണ്ടി വന്നു. പക്ഷേ RSSകാർക്ക് പ്രിയപ്പെട്ട ഗുരുവാണ് ടി.ജി. മോഹൻദാസ്. അവരെ സംബന്ധിച്ച് കടുത്ത വർഗീയ വിഷം നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഇയാളെ കഴിഞ്ഞേ ഒരു പടി വേറെയുള്ളൂ. RSSൻ്റെ പിതൃവാത്സല്യം നുകർന്ന് ജീവിക്കുന്ന ചാനലുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇയാളെ കൊണ്ടാടും. ആ വിഷനാവിൻ്റെ കാഠിന്യം മനസ്സിലാക്കിയ മുഖ്യധാരാ ചാനലുകൾ ഇപ്പോഴേതാണ്ട് ഇയാളെ അകറ്റി നിർത്താറുണ്ട് എന്ന് മാത്രം. മധുരത്തിൽ പൊതിഞ്ഞ് വർത്തമാനം പറയേണ്ടി വരുന്ന RSS സംഘചാലകർക്ക് ഇയാളോട് എത്ര കണ്ട് അസൂയ കാണുമെന്ന് ചിന്തിച്ചാൽ മതി. അവരുടെ നാവിൻ തുമ്പിൽ തൂങ്ങി നിൽക്കുന്നത് ഈ മനുഷ്യന് ആയാസരഹിതമായി പറയാൻ സാധിക്കുന്നുണ്ടല്ലോ. മതേതര മൂല്യങ്ങളോട് എന്തെങ്കിലും പ്രതിപത്തി ബാക്കിയുള്ള ആർക്കും കേട്ടിരിക്കാവുന്ന വർത്തമാനമല്ല ടി.ജി. മോഹൻദാസ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ അപ്പോഴൊന്നും ഉയരാത്ത അമർഷവും രോഷവും വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികൾ അവരുടെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ജനമനസ്സുകളിൽ അത്രയ്ക്ക് സ്വാധീനം നേടിയിരുന്നു. ഇന്ത്യയെ എല്ലാം മറന്ന് ചിരിപ്പിക്കാനും ആഴത്തിൽ ചിന്തിപ്പിക്കാനും അവർക്ക് സാധിച്ചു. അവരുടെ നർമ്മത്തിലും കുസൃതികളിലും ഭയത്തിൻ്റെ നെടുങ്കോട്ടകൾ തകർന്നു വീണു. പക്ഷേ അവർ കളിച്ചു രസിച്ചു മാത്രം സമരം ചെയ്തവരാണോ? അല്ല. സമാധാനപരമായ മാർച്ചിന് നേർക്ക് പോലീസ് പ്രയോഗിച്ച എല്ലാവിധ ക്രൂര നടപടികൾക്കും ഇരകളായവർ ആണവർ. ടി.ജി. മോഹൻദാസ് പറഞ്ഞ വെടിവെപ്പ് ഒഴികെ എല്ലാം ഉണ്ടായി. ആണി തറച്ചതുമല്ലാത്തതുമായ ലാത്തി ഉപയോഗിച്ചുള്ള ലാത്തിചാർജ്, കണ്ണീർ വാതക പ്രയോഗം, പെല്ലറ്റ് പ്രയോഗം, ഗുണ്ടകളുടെ തേർവാഴ്ച, ഇതിനെല്ലാം കുട്ടികൾ ഇരകളായി. പോലീസിൻ്റെ കണക്ക് പ്രകാരം മാത്രം 65 വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത്. യഥാർത്ഥത്തിൽ 100-ലേറെ. എന്തൊക്കെ പരിക്കുകൾ! അടികൊണ്ട് എല്ലു പൊട്ടിയത് മുതൽ ചോര ഛർദ്ദിക്കും വിധമുള്ള ചവിട്ടും ആണികൾ കൊണ്ടുള്ള മുറിവുകളും എല്ലാമുണ്ട്. ഏറ്റവും പൈശാചികമായ പെല്ലറ്റ് മുറിവുകളേറ്റ വിദ്യാർത്ഥിയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് ഓർക്കുക. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി മരണത്തോട് മല്ലിടിച്ച് 11 ദിവസം അതിതീവ്ര പരിചരണത്തിൽ കിടക്കുകയും ചെയ്തു. വെന്റിലേറ്റർ സഹായത്തിലും അല്ലാതെയും. ഇക്കഴിഞ്ഞ ജൂലൈ 31-നാണ് അവളെ ഡിസ്ചാർജ് ചെയ്തത്. അതായത് ടി.ജി. മോഹൻദാസ് പറഞ്ഞതിന് തൊട്ടടുത്ത് വരെ എത്തി. വാരിയെടുത്തു കൊണ്ടുപോകാൻ ഒരു മൃതദേഹം ഉണ്ടായില്ലെന്ന് മാത്രം. ഇതിന് ആരാണ് ഉത്തരവാദി? ആരാണ് കുട്ടികളെ കൊല്ലാക്കൊല ചെയ്യാൻ ഉത്തരവിട്ടത്? ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത് വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അതായത് ടി.ജി. മോഹൻദാസ് പറഞ്ഞത് അത്ര അസംഭാവ്യമായ കാര്യമല്ല. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട ശബ്ദമല്ല മോഹൻദാസിൻ്റേത്. RSSൻ്റെ ചരിത്രത്തിൽ ഈ ശബ്ദം ഉറക്കെ കേട്ട സന്ദർഭങ്ങളുണ്ടല്ലോ. ബലാത്സംഗം ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രയോഗിക്കാവുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണെന്ന് സിദ്ധാന്തിച്ചവരാണ് RSSകാർ. MS ഗോൾവാൾക്കറുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രസ്താവന മാത്രം ഓർമ്മിച്ചാൽ മതി. വിചാരധാര എന്ന പുസ്തകത്തിൽ ഗോൾവാൾക്കർ സംഘപ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ഊർജം ചെലവഴിക്കേണ്ടത് ബ്രിട്ടീഷുകാരോട് പൊരുതാനല്ല, മറിച്ച് ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും കമ്മ്യൂണിസ്റ്റുകാരോടും പോരാടാനാണ്. മുസ്ലിങ്ങളോട് പോരാടേണ്ടത് എങ്ങനെയെന്ന് V.D. സവർക്കർ പിന്നീട് ഉപദേശിക്കുന്നുണ്ട്. തൻ്റെ അവസാന കാലത്ത്, അതായത് 1966-ൽ മറാത്തിയിൽ എഴുതിയ ഹിന്ദു ചരിത്രത്തിലെ 6 ഐതിഹാസിക കാലഘട്ടങ്ങൾ എന്ന പുസ്തകത്തിലാണ് ബലാത്സംഗത്തെ എങ്ങനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കണമെന്ന്
സവർക്കർ ഉപദേശിക്കുന്നത്. ആഫ്രിക്കൻ ഗോത്രവർഗങ്ങളെയും നാഗാ ഗോത്രവർഗങ്ങളെയും ഉദാഹരിച്ചാണ് സവർക്കർ ഇത് പറയുന്നത്. ആഫ്രിക്കൻ ഗോത്രവിഭാഗക്കാർ ശത്രുവിഭാഗത്തിലെ സ്ത്രീകളെ കൊല്ലാറില്ല, അവരെ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുക. അതിലൂടെ എതിർവിഭാഗത്തേക്കാൾ സ്വന്തം വംശത്തിൽ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാം. നാഗാ വിഭാഗക്കാർ പരമാവധി സ്ത്രീകളെ ജീവനോട് പിടിക്കും, ഇല്ലെങ്കിൽ കൊന്നുകളയും. അതും ശത്രുവംശത്തെ ഇല്ലാതാക്കാനുള്ള മാർഗമാണ്. ഇതാണ് സവർക്കർ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞ സവർക്കർ RSSന്റെ വീരപുരുഷനാണെന്നും ഹിന്ദുത്വയുടെ ഉപജ്ഞാതാവാണെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഛായാചിത്രം പാർലമെൻറ്റിൽ തൂങ്ങുന്നുണ്ട്, വാജ്പേയിയുടെ കാലത്ത് തൂക്കിയത്. ഒരുപക്ഷെ 2002 ഗുജറാത്തിലും 2013 മുസഫർ നഗറിലും ഹിന്ദുത്വ പട നടപ്പാക്കിയത് ഈ ആശയം തന്നെയാണ് താനും. അതായത് പറഞ്ഞു വന്നത് RSSന്റെ ചരിത്രവും സംസ്കാരവും വിദ്വേഷത്തിൻ്റെതും ലഹളയുടേതും എന്ന പോലെ വെടിവെപ്പിനും ബലാത്സംഗത്തിനും പേരുകേട്ടതാണ്. എല്ലാ കാലത്തും ബലാത്സംഗ കേസുകളിലും ബലാത്സംഗ പരാമർശങ്ങളിലും പ്രതികളാണ് BJP നേതാക്കൾ. ഉന്നാവോ ബലാത്സംഗ കൊലയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നത് BJP MLA ആയിരുന്ന കുൽദീപ് സിംഗ് സെൻഗാർ ആണ്. ആസാറാം ബാപ്പു എന്ന സന്യാസിയെ ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ അത് ഹിന്ദു സംസ്കാരത്തിന് നേർക്കുള്ള ആക്രമണമാണെന്ന് പറഞ്ഞയാളാണ് VHP നേതാവ് അശോക് സിംഗാൾ. ഗുജറാത്തിലെ വംശഹത്യയുടെ ഭാഗമായി ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ പ്രതികൾക്ക് അവിടുത്തെ BJP സർക്കാർ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയച്ചപ്പോൾ അതിനെ ന്യായീകരിച്ചയാളാണ് ധർമ്മേന്ദ്ര പ്രധാന് പകരമായി വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് വന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതായത് ബലാത്സംഗത്തെ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ BJP നേതാക്കൾ ന്യായീകരിക്കുന്നതിന് എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി TG മോഹൻദാസിൽ നിന്ന് സാക്ഷാൽ പ്രധാനമന്ത്രിയിലേക്ക് വന്നാലോ? സമരം തുടങ്ങി 1 മാസവും 3 ദിവസവും കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ സംസാരിച്ചത്. അതും വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ പോലീസ് നടപടി കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം. അന്ന് മുതൽ 4 തവണയാണ് ഈ വിഷയത്തിൽ പാതിരാത്രി ഇൻസ്റ്റയിൽ വന്ന് നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച് സംസാരിച്ചത്. ഒരു പ്രാവശ്യം പോലും തൻ്റെ സർക്കാരിൻ്റെ കാലത്ത് നീറ്റ് പ്രവേശന പരീക്ഷയ്ക്ക് സംഭവിച്ച ഈ കടുത്ത നീതികേടിന് ഒരു ഖേദപ്രകടനം പോലും അദ്ദേഹം നടത്തിയില്ല. എന്നാലോ തന്നെയും അമ്മയെയും തെറി വിളിച്ചതിന് കുട്ടികളെ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ ഔദാര്യം. കുട്ടികളോട് മാപ്പ് പറയേണ്ടയാൾ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. വിശാല ഹൃദയനായ ആശാൻ. നോക്കൂ, ഇവിടെ എന്താണ് വ്യക്തമാകുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന പ്രധാനമന്ത്രിയുടെ മനസ്സിലെ അപകർഷതാബോധമാണ് നാം കണ്ടത്. എന്നാൽ കുട്ടികളോട് ക്ഷമ പറയുന്നതിലുള്ള ദുരഭിമാനവും. ഈ 2 വികാരങ്ങളുമുള്ള 2 പേരും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒരേ വരയിലാണ് നിൽക്കുന്നത്. പ്രത്യയശാസ്ത്രം കൊണ്ട് TG മോഹൻദാസും അവിടെ തന്നെയാണ്. സമരങ്ങൾ ചെയ്ത പാരമ്പര്യമില്ലാത്ത, പോരാളികളെ കണ്ടാൽ മുട്ടുവിറയ്ക്കുന്ന, തടവിൽ നിന്ന് രക്ഷപ്പെടാൻ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തിക്കോളാമെന്ന് എഴുതി കൊടുത്ത് മാപ്പിരക്കുന്ന, പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലണമെന്നും ബലാത്സംഗം ഒരു രാഷ്ട്രീയ ആയുധമാണെന്നും കരുതുന്ന അതേ പ്രസ്ഥാനത്തിൻ്റെ ഉമ്മറത്ത്. ഗോൾവാൾക്കറും സവർക്കറും മോദിയും ഷായും ഉള്ള അതേ ഉമ്മറത്താണ് TG മോഹൻദാസും. അതിനാൽ സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രിയും TG മോഹൻദാസും വേറെ വേറെ സ്വരത്തിലാണല്ലോ സംസാരിക്കുന്നതെന്ന ആശയക്കുഴപ്പം വേണ്ട. നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംപ്രേഷണങ്ങളെല്ലാം ഒരേ നിലയത്തിൽ നിന്നാണ്. RSS എന്ന പ്രത്യയശാസ്ത്ര സംപ്രേഷണ നിലയം. നിലയ വിദ്വാൻമാർ മാറി മാറി വരുമെന്ന് മാത്രം. ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ മുഖമുള്ളവർ, മറ്റു ചിലപ്പോൾ TG മോഹൻദാസിൻ്റെ മുഖമുള്ളവർ, ചിലപ്പോൾ മുഖമേ ഇല്ലാത്തവർ.